നമുക്കറിയാം വാടക കാർ ഉപയോഗിച്ചാണ് വാടകയ്ക്കെടുത്ത കാർ ഉപയോഗിച്ചാണ് ഈ കില്ലർ സ്ക്വാഡ് എത്തിയത്. സംസ്ഥാനത്ത് വാടക കാർ ബിസിനസ് ദുരുപയോഗം ചെയ്യുകയാണ് ക്രിമിനൽ സംഘങ്ങൾ എന്നാണ് ടി വി പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൊലപാതകം, മയക്കുമരുന്ന് കടത്തടക്കമുള്ള മിക്ക കുറ്റകൃത്യങ്ങൾക്കും പ്രതികൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമായി ഓടുന്ന റെന്റ് കാറുകളാണ്. വാടക കാറുകൾക്ക് പ്രത്യേക നമ്പർ പ്ലേറ്റോട് കൂടിയ രജിസ്ട്രേഷൻ വേണമെന്നാണ് നിർദ്ദേശമെങ്കിലും ഇത് പാലിക്കപ്പെടാത്തതിനാൽ വാഹനങ്ങളെ തിരിച്ചറിയാനുമാകില്ല. കരമന അഖിൽ വധക്കേസ് പ്രതികളും ഉപയോഗിച്ചത് ഇതുപോലെ നിയമവിരുദ്ധമായി എടുത്ത കാർ തന്നെയാണ്. ടി വി പ്രസാദ് നൽകും വിവരങ്ങൾ. പ്രസാദ്, ഗുരുതരമായ ഒരു വിഷയം തന്നെയാണിത്. ആർക്ക് വേണമെങ്കിലും ഏത് വണ്ടിയും വാടകയ്ക്കെടുക്കാം, എന്തും ചെയ്യാമെന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇതിൽ കൃത്യമായ ഒരു പരിശോധനയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലും അതിലൊരു കൃത്യതയോ ശ്രദ്ധയോ ഇല്ല എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? വിനീത, ഇതിൽ ശ്രദ്ധയിൽക്കാൾ ഉപരി എങ്ങനെ ഇത് തിരിച്ചറിയും അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ നടപടിയെടുക്കും എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിനെയും പോലീസിനെയും കുഴക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ഒരാൾ ഒരു വാഹനം അതെടുത്ത് സുഹൃത്തിന് ഓടിക്കാൻ കൊടുത്തു എന്ന് മൊഴി നൽകിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ എങ്ങനെയാണ് അന്വേഷിച്ച് കണ്ടെത്തുക എന്ന ചോദ്യമാണ് പ്രധാനമായും പോലീസിനെയും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിനെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം. നേരത്തെ വിനീത പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് വ്യാപകമായി ഇത്തരത്തിൽ ക്രിമിനൽ സംഘങ്ങൾ വാടക വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ്. വാടക വാഹനങ്ങൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിനൊരു ചട്ടമുണ്ട്. കറുത്ത പ്ലേറ്റിൽ മഞ്ഞ അക്ഷരങ്ങളാണ് അതിനുപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ പ്രൈവറ്റ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് വെള്ള ബോർഡിൽ കറുത്ത അക്ഷരങ്ങളാണെങ്കിൽ അത് പ്രത്യേകം തിരിച്ചറിയുന്നതിന് വേണ്ടി കറുത്ത ബോർഡിൽ മഞ്ഞ അക്ഷരങ്ങളാണ്. എറണാകുളത്ത്, പൊന്നാനി അങ്ങനെ ചില സ്ഥലങ്ങളിലുള്ള പ്രൊഫഷണലായി നടത്തുന്ന റെൻ്റ് കാർ ബിസിനസ്സുകാരല്ലാതെ സ്വകാര്യ വ്യക്തികൾ ആരും തന്നെ ഇത്തരത്തിൽ റെൻ്റ് കാറായി രജിസ്റ്റർ ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇതാണ് ക്രിമിനൽ സംഘങ്ങൾക്ക് വളമാകുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് TP ചന്ദ്രശേഖരൻ്റെ കൊലക്കേസ്. 2012 പള്ളിക്കാട്ട് വെച്ച് കൊലപ്പെടുത്തുമ്പോൾ അന്ന് അക്രമി സംഘം ഉപയോഗിച്ചിരുന്നത്, കൊലയാളി സംഘം ഉപയോഗിച്ചിരുന്നതും വാടകയ്ക്കെടുത്ത ഇന്നോവ കാർ തന്നെയായിരുന്നു. പിന്നീട് ഇതിലൊരു പ്രശ്നം, ഈ ഉടമയെ അറിയുന്നില്ല എന്താവശ്യത്തിന് വേണ്ടിയാണ് ഇത് കൊണ്ടുപോകുന്നത് എന്ന്. അതുകൊണ്ട് ഉടമയെ കുറ്റപ്പെടുത്താനും കഴിയില്ല. പക്ഷെ അതിലുള്ളൊരു കാര്യം, ഉടമ എന്തിന് വാടകയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളിടത്താണ് ചോദ്യം. അതിന് പിടിവീഴണമെങ്കിൽ ഇതിന് നിയമപരമായ മറ്റെന്തെങ്കിലും സംവിധാനം ഇനിയിപ്പോൾ മോട്ടോർ വാഹന വകുപ്പും പോലീസും കണ്ടേ മതിയാകൂ എന്നുള്ളിടത്താണ്. കാരണം ഇതിനുള്ള ക്രിമിനലുകൾക്കുള്ള ഒരു സൗകര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ഓണേഴ്സ് വാഹനം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്വകാര്യമായി ഉപയോഗിക്കുന്ന വാഹനം റെൻറ്റിനെടുത്ത് കഴിഞ്ഞാൽ ആ വാഹന ഉടമകൾക്ക് പിന്നീട് വാഹനം അങ്ങ് നഷ്ടപ്പെടുമെന്നല്ലാതെ മറ്റൊരു ബുദ്ധിമുട്ടും അവർക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്നില്ല. അതിൻ്റെ പണം കൂടി വാടകയ്ക്കെടുത്തവർ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിലേക്ക് ഇതിൻ്റെ ഓണർ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് വ്യാപിക്കാനുള്ള കാരണം. സമീപകാലത്തെ എല്ലാ സംഭവങ്ങളും എടുത്തു നോക്കിക്കോ. ഏറ്റവും അവസാനം കരമനയിലെ അഖിലിൻ്റെ കൊലപാതകത്തിലും ആ സംഘം ഉപയോഗിച്ചത് വാടകക്കാർ തന്നെയാണ്. റേഡിയോ ജോക്കി കൊലപാതക കേസിലും അവർ ഉപയോഗിച്ചത് വാടകക്കാർ തന്നെയാണ്. അതുപോലെ തന്നെ പൊഴിയൂരിൽ അല്പ ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവത്തിലും ഉപയോഗിച്ചത് വാടകക്കാരാണ്. കാരക്കോണത്ത് റിട്ടയർഡായ ഒരു CAയുടെ കയ്യും കാലും അടിച്ചു പൊളിച്ച കൊട്ടേഷൻ സംഘവും ഉപയോഗിച്ചത് വാടകക്കാരാണ്. കൊല്ലത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുമ്പോഴും അതിലൊരു വാടകക്കാറുണ്ട്. ഇതുമാത്രമല്ല, മയക്കുമരുന്ന് കേസുകളും കഞ്ചാവ് കേസുകളും ഏറ്റവും കൂടുതൽ നടത്തുന്നതും ഇത്തരത്തിലുള്ള റെൻ്റ് കാറുകളാണ്. ഈ റെൻ്റ് കാറുകൾ മുഴുവൻ നിയമവിരുദ്ധമാണ്. പക്ഷേ ഇത് തിരിച്ചറിയാനോ ഇത് പിടിച്ചെടുക്കാനോ ഉള്ള സംവിധാനം മോട്ടോർ വാഹന വകുപ്പിനില്ല, പോലീസിനില്ല. ചുരുക്കത്തിൽ ഈ പഴുതാണ് ക്രിമിനൽ സംഘങ്ങൾ ഉപയോഗിക്കുന്നത്. വളരെ എളുപ്പം അവർക്ക് കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള ഒരു സൗകര്യമായിട്ട് നിയമവിരുദ്ധമായ ഈ റെൻ്റ് കാർ ബിസിനസ് മാറുന്നു എന്നുള്ളതാണ് വിനീത ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.